ഗൈസ്, ഇത് BYD സീ ലയോൺ, പുതിയ സീലിന്റെ ഒരു ക്രോസ് ഓവറാണ്. വണ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടാങ്ക് പോലുണ്ട് വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കത് കയറി ഉള്ളിലിരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യാം. വണ്ടി ഭയങ്കര സ്റ്റഡിയാണ്, ഒരു തരത്തിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വളരെ സ്മൂത്താണ്, ഡ്രൈവിങ് ഭയങ്കര സ്മൂത്താണ്. എല്ലാ ഇലക്ട്രിക് വണ്ടികളും സ്മൂത്തായിട്ട് തോന്നും, പക്ഷേ ഇത് ഈവൻ നമ്മളൊരു 100, 120, 130 ഒക്കെ നമ്മൾ പോയപ്പോഴും വണ്ടിയെ സംബന്ധിച്ചോളം വണ്ടിക്ക് യാതൊരു വൈബ്രേഷനും ഇല്ല. പുറകിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ തീരെ സൈഡ് റോൾ ഇല്ല. പ്രോബബ്ലി ഒരു ക്രോസ് ഓവർ ആയതുകൊണ്ടായിരിക്കും, കാരണം ഇതൊരു SUV അല്ല, ഒരു സെഡാനും അല്ല. ഭയങ്കര സ്പേഷ്യസ് ക്യാബിനാണ്. പിന്നെ ഫീച്ചേഴ്സ് ആണെങ്കിൽ ലോഡഡ് വിത്ത് ഫീച്ചേഴ്സ് തന്നെ പറയാം. ഒരു റയർ വീൽ ഡ്രൈവ് ആണ്, പിന്നെ ഒരു ഓൾ വീൽ ഡ്രൈവ് വേർഷൻ കൂടിയുണ്ട്. നമ്മുടെ എന്താ പറയാ, ഒരു പ്രീമിയം ഫീൽ ക്യാബിനാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എല്ലാം അതിന്റെ അപ്പോൾസറി, അതിന്റെ സീറ്റിങ് മുഴുവൻ ഒരു പ്രീമിയം ഫീലാണ്. വണ്ടി ഒരു 115 പോകുന്നതെന്നുള്ളത് ഒരിക്കലും നമുക്കിപ്പം ഒരു തോന്നത്തില്ല. അതാണ് അതിന്റെ ഒരു മൊത്തത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും 56 lakhs ഓൺ ദ റോഡ്. അതിൻ്റെ അകത്ത് ഒരു 1 CR വണ്ടിയുടെ ഫീച്ചേഴ്സും അതിന്റെ ഒരു സേഫ്റ്റി, നമ്മൾ സേഫാന്ന് തോന്നും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. വണ്ടി ഓടിക്കുമ്പോഴും നമ്മൾ അകത്തിരിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടുന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫാറ്റിക് ഡിറ്റക്ഷൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഈ സാധനം ഇട്ടിരിപ്പുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കി പറയും, സംഭവം ഇടയ്ക്ക് നേരെ നോക്കി വണ്ടി ഓടിക്കാനൊക്കെ പറയും. അപ്പം അതൊക്കെ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കുറച്ച് ഫീച്ചേഴ്സാണ്. പിന്നെ 360 ഡിഗ്രി ക്യാമറയുണ്ട്. ക്യാമറ നമ്മളെ ചില കോർണേഴ്സും ചില നൂക്സ് ആൻഡ് കോർണേഴ്സിലൊക്കെ വരുന്ന സമയത്ത് ക്യാമറ തനിയെ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. നമുക്ക് ഓരോ സെന്റിമീറ്റർ സഹിതം എത്ര സെന്റിമീറ്റർ അവിടെ ഉണ്ട് എന്നുള്ളത് സഹിതം നമുക്ക് പറയാൻ പറ്റും എന്നുള്ളത്. അപ്പം എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ ശരിക്കും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പോലെ ഇതും വണ്ടിയുടെ കാര്യത്തിൽ ഇതിനകത്തും ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്.